തമിഴ്നാട്ടിൽ മീൻസ് ആൾക്കാർ നല്ലൊരു മാൻഡേറ്റ് കൊടുക്കാൻ ശ്രമിച്ചു വിജയിക്ക്. പക്ഷേ ഒരു 10 സീറ്റുകളുടെ കുറവുണ്ട്. തീർച്ചയായിട്ടും അവർക്കിപ്പോൾ നമ്മൾ എല്ലാവരും പറയും നിങ്ങൾ അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നെ ഐഡിയോളജി പോവില്ല, ഇതിൽ പോവില്ല. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വെച്ചാൽ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ആദ്യത്തെ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും അവർക്കൊരു മെജോറിറ്റി കിട്ടിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഔട്ട്സൈഡ് സപ്പോർട്ട് കോൺഗ്രസിൻ്റെ നേടിയിട്ടാണ് അവർ ഭരിച്ചത്. പക്ഷേ വീണ്ടും കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ വീണ്ടും റീ ഇലക്ഷൻ വരുത്തേണ്ടി വന്നപ്പോഴത്തേക്ക് അവർക്ക് ഫുൾ മെജോറിറ്റി കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ട്. അന്ന് കോൺഗ്രസ് അപ്രസക്തമായി 3 സീറ്റ് മാത്രമേ BJPക്ക് അന്ന് കിട്ടിയുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ. അപ്പം അതുപോലെ ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. കാരണം ഇത് ഒരു നമ്മുടെ ഇന്ത്യൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇത് വെച്ചിട്ട് വേറെ വഴിയില്ലല്ലോ. പുള്ളിക്ക് കുറേ MLA-മാരെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഓൾറെഡി ജനങ്ങൾ എലക്ട് ചെയ്ത് അവരുടെ സപ്പോർട്ട് മാത്രമേ വാങ്ങുമെന്നുള്ളൂ. അതിപ്പം ഇൻ കേസ് അത് ചിലപ്പോൾ അത് കോൺഗ്രസിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇടതുപക്ഷ പാർട്ടികളൊക്കെ കുറേ പേര് ഉണ്ടല്ലോ. അപ്പോൾ അവരുടേതായിരിക്കും. നോക്കട്ടെ എങ്ങനെയാണെന്ന്. കാരണം പക്ഷേ പുള്ളീനെ സംബന്ധിച്ചിട്ട് അതൊരു സർപ്രൈസിങ് തന്നെയായിരുന്നു. കാരണം ഇത്രയും പാർട്ടി തുടങ്ങി വ്യക്തമായ പ്ലാനിങ്ങോടെ തന്നെ പുള്ളി പാർട്ടി തുടങ്ങുന്നു 2 വർഷത്തിനുണ്ടെങ്കിൽ തന്നെ ഇത്രയും ഒരു വിജയ